ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോയിലേക്ക് സ്വാഗതം. പെട്ടി പാക്ക് ചെയ്യുന്ന നിധിയെയാണ് നമ്മളെ കാണിക്കുന്നത്. അത് കണ്ടുകൊണ്ട് സുധീഷ് വരുന്നുണ്ട്. തിരിച്ചു പോവുകയാണല്ലേ, ഇനി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാ കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് സുധീഷ് പെട്ടിയുടെ സിബിടാൻ സഹായിക്കുന്നു. അന്നേരം സുധീഷിൻ്റെ ചോദ്യം കേട്ട് തെല്ലൊരതിശയത്തോടെ നിധി സുധീഷിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പിന്നീട് സാധനങ്ങളുമായി വരുന്ന സുഭാഷിനെയാണ് കാണിക്കുന്നത്. സാധനങ്ങൾ അടുക്കളയിൽ വെച്ച് തിരിഞ്ഞപ്പോഴേക്കും സുനന്ദ പിന്നിലൂടെ വന്ന് ഠോ എന്ന് പേടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അമ്മാവനോട് പറഞ്ഞ് വേഗം നിന്നെ കെട്ടിച്ചു വിടാൻ പറയാമെന്ന്. ഇത് കണ്ടുകൊണ്ട് നികേഷും വരുന്നുണ്ട്. സുനന്ദ അതിന് മറുപടി പറയുന്നത്, കെട്ടിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്ന്. പിന്നീട് രാജീവൻ മുകളിൽ നിന്നും സുധീഷിനോടായി പറയുന്നത്, കല്യാണത്തിരക്ക് കഴിയുന്നതുവരെ ഒരു ഓട്ടത്തിനു വേണ്ടി നിനക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ എന്ന്. ഇത് കേൾക്കേണ്ട താമസം രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെയായി സുധീഷിന്. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാണ് സുധീഷിന് തോന്നിയത്. അത്രയും വേഗമൊന്നും ഞാൻ കൈവിടില്ല മോളെ, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് ഒരു പാൽ പായസം നേരാം എന്ന് പറയുന്നുണ്ട്. പിന്നീട് രാജീവനും സുധീഷും നിധിയും കാറിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. കാറിൽ നിന്നും ഇറങ്ങി രാജീവൻ പുറത്തേക്ക് പോയപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, പേടിക്കണ്ടാട്ടോ, ഇയാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ രജിസ്ട്രേഷൻ വിവാഹമൊന്നും നടക്കാൻ പോകുന്നില്ല. ഇയാൾ ചിരിച്ചു കളിച്ച് സന്തോഷത്തോടെ ഇരുന്നാൽ മതി, ബാക്കിയെല്ലാം ശരിയായിക്കോളുമെന്ന്. അപ്പോൾ സമാധാനത്തോടെ ലേശം പുഞ്ചിരിച്ച് ഒരു സ്നേഹത്തോടു കൂടി നിധി സുധീഷിനെ നോക്കുന്നതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഈ പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അടുത്ത ഒരു പ്രമോയുടെ വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ബൈ ബൈ.